ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എൻ്റെ കുട്ടി മുടിയൊക്കെ വെട്ടി ആളാകെ മാറിയല്ല പടച്ചോനെ. കാണാറൊക്കെ തന്നെ പറയണത് ചെക്കൻകുട്ടിയായി എന്ന്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ ചെക്കൻകുട്ടിയായിന്ന്? അലാന മോള് മാറി അലാന മോനായി. എന്താണ് എന്ത് ചിരി, മാഷാഅല്ലാ. മോളില് പല്ല് പറഞ്ഞിട്ടുണ്ട്. ലനക്കുട്ടിയെ ബസ് മണ്ടളൊക്കെ പോണ നോക്കാണ് ഗൈസ്. നമ്മളെ നാട്ടിലിത് ഇപ്പൊ ഇവിടെ മഴ പെയ്യാണ് കേട്ടോ. കണ്ടില്ലേ, റംസാന്റെ അവസാനമൊക്കെ എത്തിയപ്പോ പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കണം. ചക്കര ആ ടിവിന്റെ വോളിയം ഒന്ന് കമ്മിയാക്ക്, അതിനകത്ത് പാട്ട് കിടക്കണം ഗൈസ്. അപ്പോൾ മഴ അതാ കുറച്ച് മുന്നേ നല്ല രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ, കാറും കോളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ അതേ നല്ല മഴ ഒന്ന് പെയ്തിട്ടുണ്ട്. നല്ല മഴയല്ല, ചെറിയൊരു മഴ. ഈ ഒരു മഴ കിട്ടിയിട്ട് ചൂട് കുറയത്തൊന്നുമില്ല, ചൂട് കൂടത്തേ ഉള്ളൂ. ചെറിയ മഴ കിട്ടണത്, മണ്ണിൻ്റെ മണം അങ്ങനെ കിട്ടാറുണ്ട്, പിന്നെ ചൂട് കൂടുള്ളൂ. അപ്പോൾ ഈ ഉമ്മായും ചക്കരയും ഉണ്ടല്ലോ, നമ്മളൊക്കെ അതേ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാനും ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. വാപ്പായി ഇപ്പോൾ ഒരുങ്ങി റെഡിയായിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ പോകണം എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്ന് അതെന്താ അങ്ങനെ കേൾക്കണേ, എന്തരത്? ഇന്ന് നമ്മൾ പോകണം കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പെരുന്നാളനുബന്ധിച്ചിട്ട് ഒന്ന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പ്രാവശ്യത്തെ പെരുന്നാളെ കൂടുന്ന ആളാരാണെന്നറിയോ? നമ്മുടെ കുഞ്ഞി പെണ്ണാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ പെരുന്നാളാണ് അല്ലേ ലനമോളുടെ ആദ്യത്തെ പെരുന്നാളാണല്ലോ. ലൈഫിൽ ആദ്യത്തെ പെരുന്നാൾ. ഏത് വർഷം കൂടിയെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? 2026 കേട്ടോ. കൊച്ചിന്റെ കൊച്ചു പെരുന്നാള്, കുഞ്ഞിന്റെ കുഞ്ഞു പെരുന്നാള്, ചെറിയ കുട്ടിയുടെ ചെറിയ പെരുന്നാള് അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണ്ട, എനിക്ക് ഓൾറെഡി ഡ്രസ്സ് ഉണ്ട്. എനിക്ക് ഒരു മാസം മുന്നേ നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്ത ഡ്രസ്സ്, എൻ്റെ അടുത്തൊരു ഷർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓൺലൈൻ എന്താ ഇപ്പൊ എന്നും നമ്മൾ എടുക്കണ്ടല്ലോ ഗൈസ്. നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ എന്നും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ എപ്പോഴെങ്കിലും പെരുന്നാൾ കാര്യങ്ങൾ, വർഷത്തിലാകെ 2 പെരുന്നാളല്ലോ. 2 പെരുന്നാൾ ചിലപ്പോൾ എടുക്കാറില്ല. ഒന്നിക്ക് ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വീട്ടിൽ അത്രയോ അടുത്ത ഫംഗ്ഷനോ കല്യാണോ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മാത്രമേ എടുക്കാറുള്ളൂ. അല്ലാതെ എന്നും എപ്പോഴും പോയി ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുന്നാളിന് കണക്കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ട ഒരു മോഡലുണ്ട്. കണ്ടപ്പോൾ ഒന്ന് എടുത്തെന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പെരുന്നാളിൽ ഞാൻ എടുക്കണില്ല. ഓൾറെഡി എനിക്ക് ഡ്രസ്സ് ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും പിന്നെ ലനമോൾക്കും ചക്കരയ്ക്ക് എടുക്കണ്ടേ. ചക്കര എന്നോട് മുന്നേ പറഞ്ഞു, കാക്കു എനിക്ക് ഈ പ്രാവശ്യം ഡ്രസ്സ് കണ്ടായിരുന്നു. അപ്പം എന്നോട് ഞാൻ എന്താ കാര്യം ചോദിച്ചു. എന്താ ചക്കര കാര്യം? ചക്കരയ്ക്ക് വേറെ ഓർഡർ ചെയ്തത് വരുന്നുണ്ടല്ലേ? ചക്കരയ്ക്ക് കൊളാബ് ചെയ്തത് വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചക്കരയ്ക്ക് ഏതായാലും കൊളാബ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഉമ്മാക്കും ഉപ്പാക്കും കുഞ്ഞി പെണ്ണിന് എടുക്കാം. കുഞ്ഞിപ്പെണ്ണ് ഡ്രസ്സ് എടുക്കാം അല്ലേ? എന്തേ വരാനാ? എടുക്കാം. പിടിക്കാം ചക്കര ഫോണ്. അപ്പോൾ നമുക്ക് ബൈ ബൈ, see you. ടാറ്റ എന്നാണ്? ടാറ്റ. മഴ പോയി കേട്ടോ. മഴ പോയി. ചാറ് അപ്പൊ തന്നെ പോയി. ചൂട് കൂടുകയും ചെയ്യും. അലാന എവിടെ പോണത്? വാപ്പാപ്പന്റെ ഷർട്ടും കുട്ടിമോളുടെ പാന്റും ഒരേ കളറ് അല്ലേ? ഒരേ നിറം. ടി വി കാണാനാണ് വണ്ടി കയറുന്നത്. ഒന്നുകൂടി ഇനി 1 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇതിലൊക്കെ പിടിച്ച് ഇങ്ങനെ കറക്കലും തിരിക്കലൊക്കെ തുടങ്ങും പരിപാടികൾ. കരയുമ്പോ വേണമെങ്കിൽ ഇടാം. കരയുമ്പോ ഇടാം അല്ല പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കടയ്ക്ക് വരെ പോയാൽ മതിയല്ലോ. ഇവിടെ നിന്ന് 10 മിനിറ്റ് മതിയല്ലോ.
എന്നാ പോവല്ലേ നമുക്ക് പോയി എന്ത് ചെയ്യാം, ഡ്രസ്സൊക്കെ എടുത്ത് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോപ്പീസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചക്കര ഇവിടെ ഒരു സൈഡിൽ ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഉമ്മ അവിടെ അടുത്ത സൈഡിൽ നോക്കുന്നുണ്ട്. 1 വയസ്സായില്ല, 9 മാസം. ഇവിടെ ഇതാണ് 6 to 9 സൈസുകൾ. ഇതൊക്കെ ഏതായി കിടക്കണേ? പാർട്ടി വെയർ നോക്കട്ടെ. പാർട്ടി വെയർ നോക്കിക്കോ. പെരുന്നാളല്ലേ, അവളാകത്തെ പെരുന്നാളല്ലേ, എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇടാമല്ലോ. മോളെ ഏത് കളറടി വേണ്ടേ? ഏത് കളറടി കുഞ്ഞിപ്പെണ്ണ വേണ്ടേ? കുഞ്ഞിപ്പെണ്ണ ഏത് കളർ വേണ്ട? ചക്കരയ്ക്ക് എന്തോ, ചക്കരേ ഏതാ ഒരു കളറ് നോക്കി വെച്ചിട്ടുണ്ട്. ചക്കരയ്ക്ക് പറഞ്ഞ ഡ്രസ്സിന്റെ ആ കളറാണ് തരണത്, ചുവപ്പാണ്. അപ്പോൾ മനസ്സിലായി ചുവപ്പാണ്. അപ്പോൾ തന്നെ വന്നിട്ട് 2-3 ചോപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ചുവപ്പാണെന്ന്. മെറൂണ് ഇത് തന്നെ നോക്കട്ടെ. അതൊന്നും ആ സാധനം ഉണ്ടില്ല. അതിന് ഫുള്ള് റെഡ്. പിന്നെ ക്രിസ്മസ് ആയി പോകാൻ കഴിഞ്ഞാൽ ഉണ്ടോ? റെഡ് ഇത് മെറൂണ്. വേറെ നോക്ക്. ഇതൊക്കെ നെറ്റുള്ളത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ വെച്ചില്ലാത്ത നോക്കിക്കോ. ഡ്രസ്സ് ട്രയലിട്ട് കൊടുക്കണ ചടങ്ങാണ് കാണുന്നത്. ഒതുങ്ങിയിരിക്കത് ഇട്ട് നോക്കട്ടെ. പെരുന്നാളിന് ഇടുമ്പോ സൈസ് അല്ലെങ്കിൽ ഇനി തിരിച്ചു മാറ്റാനൊന്നും കൊണ്ടുവരൂലേ? എടുത്ത ഡ്രസ്സ് ടൈറ്റ് ആണല്ലേ? എടുത്ത ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ നല്ല ടൈറ്റാണ് കേസ്. ഇട്ട് നോക്കിയത് കാര്യമായി. ഒരു കൈ കയറുന്നുണ്ട്, മറ്റേ സൈഡിലെ കൈ നല്ല ടൈറ്റാണ്, കയറണില്ല. ഇതായിരുന്നു സാധനം. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. വേറെ നോക്കാം. എന്നാൽ ടൈറ്റ് ആയത് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. എടുക്കുമ്പോൾ കുറച്ച് വലുത് നോക്കി എടുത്തോ ചക്കരെ. ഏത് ഇതില്ല? പിന്നെ ഇങ്ങനത്തെ ഉണ്ട് ചക്കരെ. അത് രസമുണ്ട്. ഇതാ, ഇത് വേണ്ട. ഞാൻ ഇങ്ങനത്തെ കുറച്ച് മോഡലുള്ള അതൊക്കെ വീട്ടിലിരുന്ന പോലത്തെ ടൈപ്പ് ആയില്ലേ? അതല്ല എൻ്റെ ഇരുന്നത് ഓക്കെ. ഇല്ല, പുറത്തോട്ടൊക്കെ പോകുമ്പോഴല്ലേ ഇതൊക്കെ ചക്കരെ. നെറ്റും വരണുണ്ട്, വർക്ക് വരണുണ്ട്. കഴുത്ത് നോക്കട്ടെ. കൊളർ പോലത്തെ കഴുത്താണല്ലേ? ഇതോ ബട്ടൺസ് ഉള്ളതാ? അതൊന്ന് വെച്ച് നോക്ക്. പറ്റും. ഇത് പറ്റും, ഇത് കുഴപ്പമില്ല. വെച്ചോക്ക്. ഓക്കെ അല്ലേ? അത് ഓക്കെയാണ്. അല്ല, ഇത് വേണ്ടപ്പോ കഴുത്ത് ഇങ്ങനത്തെ കഴുത്താണെന്നുള്ളൂ. വേണ്ടല്ലോ? എന്നാ വേണ്ട. എന്നാ വേറെ നോക്കി. അതിരിക്കട്ടെ, ഇപ്പം എടുത്തതിരിക്കട്ടെ. ഒന്നുകൂടി ഒന്ന് തിരഞ്ഞു നോക്ക്. എന്താണ്? ഇനി ഇടിക്കണില്ല, ഇനി ഇടുന്നില്ല. ഇനി പെരുന്നാളിട്ടാ മതി. ചക്കര വേറൊരു കളക്ഷൻ കൂടി ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഏത് വേണം? ഇതോക്കട്ടെ. ഇത് ജീൻസാ? ജീൻസിൽ വൈറ്റ് ഷർട്ട് വന്നിട്ടില്ലേ? ഇത് നമ്മൾ ആദ്യം എടുത്ത സാധനം. ഏതാ വേണ്ടത്? ചാടിപ്പോവല്ലേ. ഏതാ വേണ്ട ചക്കരെ? ഇതാണെങ്കിൽ ഈ തോളത്തുനിന്ന് വെള്ളം വരി പോകില്ലേ ചിലപ്പോൾ? അങ്ങനെ കൊഴിഞ്ഞാടും. പക്ഷെ ഇത് സംഭവം രസമൊക്കെ ഉണ്ട്. എന്നാ അതെടുത്തോ. ഫൈനലി ആ ഒരു ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ.
എവിടെ ഷൂസ് ഉമ്മച്ചിയും കിട്ടി ഷാളും കിട്ടി. ആ നല്ലൊരു ചെരുപ്പും കിട്ടിയല്ലോ. ഏത് ഇതോ? ആ അപ്പൊ ഡ്രസ് ഇതെടുത്തു. ചെരുപ്പ് അത് മതിയോ? ആ ഇതാകുമ്പോ ഇതിന് മാച്ച് ഉണ്ടല്ലേ. ഇതാ മാച്ചിന്റെ മാത്രല്ല പൂവൊന്നും ഇല്ലാത്ത എടുത്ത് അന്നുണ്ടായ പൂങ്കായൊക്കെ വലിച്ചെടുത്തില്ലേ. അപ്പൊ പിന്നെ പൂവില്ലാത്ത നോക്കിയാ മതി. ഏത്? അത് ചെറുതാണ്. ഇപ്പൊ കിടക്കണ നോക്കിയാണ്. എന്നാ അതെടുക്കാം. ആ രസമുണ്ട്. പ്യൂർ വൈറ്റ് വേണ്ട. ഇപ്പൊ എടുത്തതൊരു ക്രീം കളർ, ഒരു ഓഫ് വൈറ്റ് പോലത്തെ, അത് മതി. അപ്പൊ ചെരുപ്പായി, ഡ്രസ്സായി, എനിക്ക് വയ്യ. ആരാപ്പൊ പെരുന്നാള് കൊണ്ടുപോയി. ഓക്കെ എന്നാ വരി. ബോർഡ് എടുത്തില്ലേ? നോക്കട്ടെ. ആ അന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എടുത്തോളി. ഈ സിനിമ വന്നപ്പോഴേ പറയണം നമുക്ക് കൈയില്ലാത്ത മോഡലാണ് ഇഷ്ടപ്പെട്ടത്, അത് വേണം. ഒരു പണി ചെയ്തോ, എടുത്തോ. ആ ഇനി ഇപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട. അമ്മ വന്നപ്പോഴോ പറയണ്ട് കൈയില്ലാത്ത എടുക്കുക. ഞാൻ പറഞ്ഞു പെരുന്നാളിന് നല്ലൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ കുറച്ച് മോഡലായിട്ട് എടുക്കാൻ വിചാരിച്ചു പറഞ്ഞു. ആ അതെടുത്തോ. സൈസ് അല്ലേ ഇത്? ഇത് സൈസായിരിക്കും ചേച്ചി? പറ്റും. ആ കെട്ടുന്നത്. അപ്പൊ അതെടുത്തോളി. എന്താ ചേച്ചി ഇതെടുത്തോളി. അങ്ങനെ നമ്മള് മോൾക്കുള്ള ഡ്രസ്സും ചെരുപ്പും ബോയൊക്കെ വാങ്ങി. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പാക്കും ഉമ്മാക്കും മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോവാം. എന്നാ മറ്റേത് നോക്കോ. ആ ഇത് കൊള്ളാം. ചക്കരത്ത് അടുത്ത ട്രയൽ ചെയ്യാൻ വേണ്ടി കേറി കൂടെ. ഇത് കൊള്ളാം. ആയിട്ടുവാ. അങ്ങനെ ചക്കരയ്ക്കും ഉമ്മാക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? ചക്കരയെ കോട്ട് സെറ്റ് എടുത്തത്. കോട്ട് സെറ്റ് എടുത്ത് ഉമ്മാക്ക് ആ വെള്ള കളറ് ചുരിദാർ കൊടുത്തില്ലേ? നമ്മളിവിടെ വെറ്റ്സിൻ്റെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ? മാഷാഅല്ലാ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പുതിയ ഷോപ്പാണ് കേട്ടോ. തുണിക്കടകൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വാപ്പാക്ക് ഫാബി നിൽക്കണ റജീന എവിടെ നിൽക്കണോ വാപ്പാ? എന്നാൽ നമുക്ക് ഇവിടെ പണി ചെയ്യാം. നമ്മളെ കാർ അതാ നമ്മളവിടെ പാർക്ക് ചെയ്യാം. നമുക്കെന്നാൽ ഫാബിയിൽ കയറി നോക്കാം. ഷർട്ടും മുണ്ടും അല്ലേ? അവിടെ നിൽക്കാം. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ അവിടത്തേക്ക് ഒന്നൊരു കളക്ഷൻ ഇവിടെ ഉണ്ടാവും വാപ്പാക്ക്. ഏതാണ്? ആ അതെ. അപ്പോൾ ഇവർക്കുള്ളത് ഇവിടെ നിന്ന് എടുത്ത് ഇനി വാപ്പാക്കുള്ളത് അവിടെ നിന്ന് എടുക്കാം. എന്നാ വരി. വണ്ടിയിലാ? ആ എന്നാ വണ്ടിയിലിടാൻ വരി. വണ്ടിയിലിട്ടിട്ട് നമുക്ക് പോകാം. അങ്ങനെ വാപ്പാക്കുള്ളത് എടുത്തില്ലേ വാപ്പ? ഓക്കെ. വാപ്പാക്ക് മുണ്ടെടുക്കാൻ പറഞ്ഞപ്പോൾ വാപ്പാക്ക് മുണ്ടുണ്ടെന്ന് പറഞ്ഞു. മുണ്ട് വേണ്ടായിരുന്നോ? ഉണ്ട്. ആ ഓക്കെ. അല്ലാതെ പിന്നെ കൂടുതലും വാപ്പ ഫാൻസ് ഇടുന്നതുകൊണ്ട് മുണ്ട് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ മുണ്ട് കണ്ടെന്ന് പറയാം. അപ്പോൾ ഷർട്ട് എടുത്തില്ലേ? അപ്പോൾ ഷർട്ട് എടുത്തിട്ടുണ്ട്. വാപ്പാക്ക് എന്ന് വെച്ചാൽ DH ഷർട്ടാണ് അധികം അങ്ങനെ ഉപയോഗിക്കുന്നല്ലേ? ആ ഒരു ഫിറ്റ് വാപ്പ കിട്ടുള്ളൂ. ഇട്ടേക്കുന്നതൊക്കെ DH ആണ്. അളവ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉള്ളതായില്ലേ? എന്നാ പോയാലോ? കിട്ടാലോ എന്നാൽ? ഓക്കെ. അപ്പം നമുക്ക് പോവാം ഗൈസ്. അടുത്ത നോമ്പുറക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ എത്തിയിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പെരുന്നാളിന് എല്ലാവരും കളർഫുള്ളായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോമ്പുറക്കുള്ളതുകൊണ്ട് വേഗം പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഫ്രൂട്ട്സ് കട്ട് ചെയ്യണ്ടേമ്മ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, ചായ ഇടണം, കട്ട് ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിൻ്റെ ആദ്യത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരണതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷത്തിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.